ഹായ്, ഞങ്ങൾ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന 5 ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ബെനിഫിറ്റ് നമ്പർ 1, അൺലിമിറ്റഡ് ബാലൻസ്. അതായത് നിങ്ങൾ 10 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുക്കുന്നത് എന്നിരിക്കട്ടെ. ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് അൺലിമിറ്റഡായി ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഒരു ദിവസം നമ്മൾ അഡ്മിറ്റ് ആകുന്നു, അവിടെ 10 ലക്ഷം രൂപ ബില്ല് വരുന്നു. 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് കമ്പനി ക്യാഷ്ലെസ് ആയി തന്നെ അവിടെ സെറ്റിൽ ചെയ്യുന്നു. നിങ്ങൾ അസുഖമൊക്കെ മാറി സുഖമായി വീട്ടിലേക്ക് പോകുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെയിം അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമോ വന്നിട്ട് വീണ്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ, രണ്ടാമത്തെ തവണ അഡ്മിറ്റായാൽ, അപ്പോഴും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തന്നെ ക്ലെയിം ചെയ്യാൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് അഡ്മിറ്റായാൽ വീണ്ടും 10 ലക്ഷം ലഭിക്കുന്നു. അങ്ങനെ എത്ര തവണ നിങ്ങൾ അഡ്മിറ്റായാലും ഓരോ തവണയും 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം രൂപ വീതം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അൺലിമിറ്റഡ് ബാലൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ 10 തവണ അഡ്മിറ്റായാൽ 1 കോടി രൂപ വരെ ആ വർഷം തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാം. 20 തവണയാണെങ്കിൽ 2 കോടി രൂപ. ഒരു ഫാമിലിയിൽ 4 ആളുകളുണ്ട് എന്നിരിക്കട്ടെ. ഓരോ ആളും 10 തവണ വീതം അഡ്മിറ്റ് ആവുകയാണ്, ക്ലെയിം ചെയ്യുകയാണെങ്കിൽ 4 കോടി രൂപ ലഭിക്കും ഓരോ ആൾക്കാർക്കും. 1 കോടി വീതം ഓരോ ആൾക്കാരും 10 തവണ അഡ്മിറ്റ് ആകുന്നു. അങ്ങനെ 4 പേര് അഡ്മിറ്റ് ആകുന്നു. 4 കോടി രൂപ ക്ലെയിമായി തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് വേറെ യാതൊരു കണ്ടീഷനും ഇല്ല. അതേസമയം നമ്മൾ പല ഓൺലൈൻ പോളിസികളിലും, ഓൺലൈനായി ലഭിക്കുന്ന പോളിസികളിലും, പല ഗ്രൂപ്പ് പോളിസികളിലോ അല്ലെങ്കിൽ ബ്രോക്കിംഗ് പോളിസികളിലോ മറ്റ് ഓൾട്ടർനേറ്റീവ് വെർട്ടിക്കിളിലൊക്കെ ലഭിക്കുന്ന പോളിസികളിൽ നമ്മൾ ഒരു കണ്ടീഷൻ കാണാറുണ്ട്, പലപ്പോഴും കാണാറുണ്ട്. സെയിം അസുഖത്തിന് ലഭിക്കില്ല, സെയിം ആളിന് ലഭിക്കില്ല, സെയിം ഹോസ്പിറ്റലാണെങ്കിൽ ലഭിക്കില്ല, അല്ലെങ്കിൽ ഒരു ക്ലെയിം ചെയ്ത് 45 ദിവസത്തിനകത്താണെങ്കിൽ ലഭിക്കില്ല. ഇങ്ങനെയൊക്കെ പല കണ്ടീഷനുകളും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഞങ്ങൾ നൽകുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് സെഗ്മെൻറ്റിലുള്ള ഏറ്റവും പ്യുവറസ്റ്റ് പോളിസി ആയിരിക്കും, ഏറ്റവും പ്യുവറസ്റ്റ് വേർഷൻ ആയിരിക്കും തരിക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തരുന്ന പോളിസികളിൽ യാതൊരു കണ്ടീഷനോ ലിമിറ്റേഷനോ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ 10 ലക്ഷം വീതം 10 തവണ ക്ലെയിം ചെയ്തു, 1 കോടി രൂപ ക്ലെയിമായി ലഭിച്ചു. ഇയാൾ ആകെ അടച്ചത് ആദ്യത്തെ 10 ലക്ഷം രൂപയുടെ പ്രീമിയം എമൗണ്ട് മാത്രമായിരിക്കും. അത് ഏകദേശം ഒരു 10,000-ഓ 15,000-ഓ 20,000 രൂപയൊക്കെ ആയിരിക്കും അയാളുടെ പ്രീമിയമായി വരിക. അയാളുടെ പ്രായവും മറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് നിശ്ചയിക്കപ്പെടുന്നത്. സാധാരണ ഈ 15,000 20,000 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ വെറും 15,000 രൂപയൊക്കെ അടച്ച് പോളിസി എടുത്ത ഒരാളിനും ആവശ്യമാണെങ്കിൽ ആൾക്ക് 10 ലക്ഷം മാത്രമല്ല, എത്ര രൂപ വേണമെങ്കിലും 10 ലക്ഷം അൺലിമിറ്റഡ് ടൈംസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അൺലിമിറ്റഡ് ബാലൻസ് എന്ന ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ബോണസ് ആണ്. സാധാരണയായി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ലഭിക്കുന്നത് 5%-ഓ 10%-ഓ ഒക്കെ നോ ക്ലെയിം ബോണസ് ആയിരിക്കും, അല്ലെങ്കിൽ NCB എന്നായിരിക്കും അതിനെ പറയുക. അതായത് ഈ വർഷം നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ഇല്ലെങ്കിൽ മാത്രമായിരിക്കും ഒരു 5%-ഓ 10%-ഓ ആയിട്ടുള്ളൊരു എമൗണ്ട് അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുക. ഈ വർഷം ചെറിയൊരു ക്ലെയിം ചെയ്താൽ അടുത്ത വർഷം നിങ്ങൾക്ക് എന്തായാലും ബോണസ് ഇല്ല. ചില സാഹചര്യങ്ങളിൽ നിലവിലുള്ള ബാലൻസ് പോലും കുറയാനുള്ള സാധ്യതയും പല പ്ലാനുകളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗ്യാരണ്ടീഡ് ബോണസ് എന്താണ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഈ വർഷം ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അടുത്ത വർഷം നിങ്ങൾക്ക് ബോണസ് ലഭിക്കുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ ബെനിഫിറ്റ് ഒരാൾ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു, ആദ്യത്തെ വർഷം തന്നെ അയാൾ 10 തവണ ക്ലെയിം ചെയ്തു, 1 കോടി രൂപ ആൾക്ക് ക്ലെയിമായി കിട്ടി പല തവണകളായിട്ട്. അപ്പോഴും രണ്ടാമത്തെ വർഷം അയാൾ പോളിസി റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഗ്യാരണ്ടീഡ് ബോണസ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ, ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഈ വർഷത്തെ നമ്മുടെ ബാലൻസ് 10 ലക്ഷം ആണെങ്കിൽ നമ്മൾ 1 കോടി രൂപ വരെ ക്ലെയിം ചെയ്ത് ഉപയോഗിച്ചു പല തവണകളായിട്ട്. എങ്കിലും അടുത്ത വർഷം നിങ്ങൾ റിന്യൂവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാലൻസ് 25 ലക്ഷം രൂപയായിരിക്കും. ആദ്യത്തെ വർഷത്തെ ബാലൻസ് 10 ലക്ഷം രൂപയാണ്, സം ഇൻഷുർഡ് 10 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ വർഷം നമ്മൾ റിന്യൂവൽ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ബാലൻസ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയായിരിക്കും.
ഇതിൽ ഏറ്റവും അത്ഭുതകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അടുത്ത വർഷം നമ്മൾ റിന്യൂവൽ ചെയ്യുമ്പോൾ ഈ 25 ലക്ഷം രൂപ വളർന്ന് 40 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. തീർന്നില്ല, 40 ലക്ഷം പിന്നെയുള്ള വർഷങ്ങളിൽ 50, 60, 70 അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഗ്യാരൻറ്റീഡ് ബോണസിൻ്റെ പ്രത്യേകത. ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ ഗ്യാരൻറ്റീഡ് ബോണസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബാലൻസ് വളർന്ന് 70 ലക്ഷം രൂപയായി എന്നിരിക്കട്ടെ. ഈ 70 ലക്ഷം രൂപയും നിങ്ങൾ ഒരൊറ്റ ബില്ല് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ 70 ലക്ഷം രൂപ ക്യാഷ്ലെസ്സായി സെറ്റിൽ ചെയ്തു. ദെൻ നിങ്ങൾ അടുത്തൊരു അഡ്മിഷൻ എടുത്താൽ വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ബെനിഫിറ്റ് ഇവിടെ ആക്ടിവേറ്റ് ആകുന്നതാണ്. അതായത് ഓരോ തവണയും നിങ്ങൾക്ക് 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം രൂപ വീതം വീണ്ടും ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു, അത് 5 തവണ റിന്യൂവൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് 70 ലക്ഷം രൂപയായിട്ട് മാറി. 70 ലക്ഷം രൂപ ഒരു ക്ലെയിം ചെയ്യേണ്ട മാരകമായൊരു സിറ്റുവേഷൻ വന്നു, നമ്മൾ ക്ലെയിം ചെയ്തു. വീണ്ടും നമുക്ക് ക്ലെയിം വന്നാൽ വീണ്ടും നമുക്ക് 10 ലക്ഷം രൂപ വീതം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബെനിഫിറ്റ്. ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ യാതൊരു ലിമിറ്റേഷൻസും ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ യാതൊരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. മിക്കവാറും ഓൺലൈൻ പോളിസികളിലും ബ്രോക്കിംഗ് പോളിസികളിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന ബാങ്കിങ് ചാനൽ നൽകുന്ന പോളിസികളോ ഫിനാൻസ് കമ്പനികൾ നൽകുന്നതിലോ ഓൺലൈനിൽ നിന്ന് എടുക്കുന്ന പോളിസികളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് ആണ്. അതിൽ റൂം റെൻറ്റിന് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം, ICUവിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം, ചില അസുഖങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ 10 ലക്ഷം രൂപയുടെ പോളിസി ഓൺലൈനിൽ നിന്ന് എടുത്തു. നിങ്ങൾ വിചാരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ ബാലൻസ് നമുക്കുണ്ട് എന്നാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് 2-3 വർഷം കഴിഞ്ഞ് മാരകമായ ഒരു പ്രശ്നം വരികയും നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു എന്നിരിക്കട്ടെ. ഹോസ്പിറ്റലിലെ ബില്ല് 8 ലക്ഷം രൂപയാണ്. നിങ്ങൾ വിചാരിക്കുന്നു 10 ലക്ഷം രൂപയുടെ ബാലൻസ് എനിക്കുണ്ടല്ലോ, പേടിക്കേണ്ടതില്ലല്ലോ, 8 ലക്ഷം രൂപയിൽ വന്നുള്ളൂ, ഇനിയും 2 ലക്ഷം ബാലൻസ് ഉണ്ടായിരിക്കുമല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഹോസ്പിറ്റലിൽ ബിൽ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി പറയും, നിങ്ങൾക്ക് 2 ലക്ഷം രൂപയെ അപ്രൂവ് ആവുകയുള്ളൂ, ബാക്കി 6 ലക്ഷം രൂപ നിങ്ങൾ സ്വന്തം കീശയിൽ നിന്ന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചോദിക്കും, അതെന്താ അങ്ങനെ, എനിക്ക് 10 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മാക്സിമം ലിമിറ്റ് 2 ലക്ഷം ആയിരിക്കും. എല്ല് സംബന്ധമായതിന് 50,000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയായിരിക്കും. ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ രോഗങ്ങൾക്കും വരെ പല തരത്തിലുള്ള ലിമിറ്റേഷൻസ് വയ്ക്കുന്ന പോളിസികൾ ആണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ആൾക്കാർക്ക് ഭയമുള്ളത്. കാര്യം ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് മുഴുവൻ തുകയും ക്ലെയിം സെറ്റിലാവാതെ ബാധ്യതയിൽ പെട്ടുപോയ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. എന്നാൽ ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ അങ്ങനെ യാതൊരുവിധ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല. എന്ത് അസുഖമാണെങ്കിലും അത് ഏത് അവയവത്തിനാണെങ്കിലും നിങ്ങൾക്ക് 100% ക്ലെയിം സെറ്റിൽമെൻറ്റ് അവിടെ ലഭിക്കുന്നു. റൂം റെൻറ്റിന് ലിമിറ്റില്ല, ICUവിന് ലിമിറ്റില്ല, ഏതെങ്കിലും അസുഖങ്ങൾക്ക് ലിമിറ്റില്ല, പോളിസികളിൽ ഏതെങ്കിലും ക്യാപ്പിങ്ങോ കോപേയ്മെൻറ്റോ ഡിഡക്റ്റബിളോ അങ്ങനെ യാതൊരു ലിമിറ്റേഷൻസും ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ ഉണ്ടായിരിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 5,000 രൂപയുടെ റൂമും ബുക്ക് ചെയ്യാം, 50,000 രൂപയുടെ റൂമും ബുക്ക് ചെയ്യാം. അങ്ങനെ പല വിധത്തിലുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള പോളിസിയാണ് ഞങ്ങൾ നൽകുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 90% ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലും കൺസ്യൂമബിൾസ് കവർ ചെയ്യാറില്ല. അതായത് സിറിഞ്ച്, പഞ്ഞി, മാസ്ക്, PP കിറ്റ്, ഗ്ലൗസ് മുതലായ എക്സ്പെൻസുകൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാശ് ഇൻഷുറൻസ് കമ്പനി കൊടുത്താൽ പോലും ഇത്തരം കൺസ്യൂമബിൾസിൻ്റെ കാശ് നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ അത് കൺസ്യൂമബിൾ ഉൾപ്പെടെ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങൾ നൽകുന്ന പോളിസികളിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ബെനിഫിറ്റ്. ഞങ്ങൾ നൽകുന്ന പോളിസികളിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട നാലാമത്തെ ബെനിഫിറ്റ് എന്താണ് എന്ന് വെച്ചാൽ, അത് ക്യാഷ്ലെസ് എനിവെയർ എന്നുള്ളതാണ്.
ഇതുവരെ നിങ്ങൾ കേട്ടിരിക്കുന്നത് ഇൻഷുറൻസ് കമ്പനിയുമായി ടൈപ്പുള്ള ഹോസ്പിറ്റലുകളിൽ മാത്രമായിരിക്കും. അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ മാത്രമായിരിക്കും നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുക. നമ്മളൊരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റ് ആകുന്നു, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു, ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിൽ തന്നെ ബിൽ സെറ്റിൽ ചെയ്യുന്നു, നമ്മൾ ഡിസ്ചാർജ് ആയി വരുന്നു. ഇതിനെയാണ് ക്യാഷ്ലെസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലൊരു ടൈപ്പ് ഉണ്ടാവണം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാ ഹോസ്പിറ്റലിലും, അതായത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലും നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ അഡ്മിറ്റ് ആവുന്നതെങ്കിൽ പോലും നിങ്ങളുടെ ബില്ലുകൾ ഇൻഷുറൻസ് കമ്പനി ആ ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ആയി തന്നെ സെറ്റിൽ ചെയ്യുന്നു. അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇതാണ് 4ാമത്തെ ബെനിഫിറ്റ്. ഞങ്ങളിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന 5ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് സപ്പോർട്ടാണ്. അതായത് നിങ്ങൾക്ക് പോളിസി നൽകാൻ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നൽകാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈനിൽ പോളിസി എടുക്കാം, ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പോളിസി എടുക്കാം, ഏജൻറ്റ് വഴിയെടുക്കാം, ബാങ്ക് വഴിയെടുക്കാം, ഫിനാൻസ് കമ്പനികൾ വഴിയെടുക്കാം. അങ്ങനെ പലവിധ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോളിസി എടുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏറ്റവും വലിയ ഒരു പെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു അസുഖവുമായി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ സാധാരണയായി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ, ഇവരെല്ലാവരും ഈ പറയുന്ന എല്ലാ മെത്തേഡ്സും എല്ലാ പ്ലാറ്റ്ഫോംസും ഒക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് അവർ നിങ്ങൾക്കൊരു ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും തരിക. ഒരു ടോൾ ഫ്രീ നമ്പറോ ഒരു ഇമെയിൽ ഐ ഡിയോ നൽകിയിട്ട് അവർ പറയും, സാറേ ഇതാണ് ക്ലെയിം സെറ്റിൽമെൻറ്റിൻ്റെ കസ്റ്റമർ കെയർ നമ്പർ, അവിടെ വിളിച്ചോളൂ. ക്ലെയിം സെറ്റിൽമെൻറ്റൊക്കെ അങ്ങനെയാണ് നടക്കുക എന്ന രീതിയിലായിരിക്കും അവർ പറയുക. അതായത് നിങ്ങളൊരു പോളിസി എടുക്കുന്ന സമയത്ത് ഈ കമ്പനികൾക്ക് നിങ്ങളോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. പലതവണ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് നിങ്ങൾക്ക് ശ്വാസം വിടാൻ സമയം നൽകാതെ അവർ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എമൗണ്ട് മേടിക്കും. എന്നാൽ നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവരൊരു ടോൾ ഫ്രീ നമ്പർ അയച്ചു തന്നിട്ട് പറയും, സ്വന്തമായിട്ട് വിളിച്ചോളൂ. ഇനി ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ കെയർ നമ്പറാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻഷുറൻസ് കമ്പനി ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്യുക. പക്ഷേ ഈ കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് പലപ്പോഴും അത് ഇൻഷുറൻസ് കമ്പനിയുടെ കസ്റ്റമർ കെയർ തന്നെ ആവണമെന്നില്ല. ഇൻഷുറൻസ് കമ്പനി ഇവരുടെ ബിസിനസ് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കോൾ സെൻറ്റർ കമ്പനിക്കായിരിക്കാം. ആ കമ്പനി എന്ന് പറയുന്നത് ബാംഗ്ലൂരിലോ മറ്റോ വർക്ക് ചെയ്യുന്ന ഒരു കോൾ സെൻറ്റർ കമ്പനി ആയിരിക്കും. ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയൊക്കെ പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ കമ്പനിയിലേക്കായിരിക്കും നിങ്ങളുടെ കോളുകൾ പോകുന്നത്. അപ്പോൾ ഒരേ വ്യക്തി തന്നെയായിരിക്കും ചിലപ്പോൾ 2 or 3 ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഒരു ലൈനിൽ നിന്ന് കോൾ വരുമ്പോൾ വെൽക്കം ടു ഇൻഷുറൻസ് കമ്പനി നമ്പർ 1, വെൽക്കം ടു അതർ കമ്പനി. ഞാൻ കമ്പനികളുടെ പേര് പർപ്പസ്ഫുള്ളി പറയാത്തതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതായത് കോൾ സെൻറ്ററിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിന് ഇൻഷുറൻസ് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. അയാൾക്ക് സാലറി നൽകുന്നത് ഇൻഷുറൻസ് കമ്പനിയല്ല, വിളിക്കുന്ന കസ്റ്റമർ അല്ല, ആരുമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ കോൾ സെൻറ്റർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഈ ഇൻഷുറൻസ് കമ്പനി ഡെയിലി ഇത്ര കോൾസ് അറ്റൻഡ് ചെയ്യണമെന്ന ടാസ്ക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതിയാവും. അല്ലാതെ നിങ്ങളുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യേണ്ട ബാധ്യതയൊന്നും അവർക്കുണ്ടാവില്ല. അവരാകെ ചെയ്യുന്നത്, അതായത് ഈ കോൾ സെൻറ്ററിൽ ഇരിക്കുന്നവർ ആകെ ചെയ്യുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയും അത് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രത്യേക മെയിൽ ഐ ഡിയിലേക്ക് ഫോർവേഡ് ചെയ്യുകയുമാണ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ CRMലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. രസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു കോൾ സെൻറ്ററിൽ നമ്മൾ വിളിക്കണമെങ്കിൽ ഒരു 15 മിനിറ്റ് ലൈനിൽ നിന്ന് ഹോൾഡ് ചെയ്ത് എക്സിക്യൂട്ടീവുമായിട്ട് കണക്ട് ചെയ്ത് എക്സിക്യൂട്ടീവിനോട് അരമണിക്കൂർ നമ്മൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അയാൾ സൂപ്രണ്ടിന് കൈമാറി സൂപ്രണ്ടിനോട് 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ കോള് കട്ടായിപ്പോയി വീണ്ടും നമ്മൾ ഇതേപോലെ ലൈനിൽ നിന്ന് വിളിച്ച് കണക്ട് ചെയ്ത് ഈ സ്റ്റോറി മുഴുവൻ അടുത്ത ആളിനോട് സംസാരിച്ച് ഒക്കെ കൺവിൻസ് ചെയ്ത് വരുമ്പോൾ ആൾ പറയും, ഓക്കെ സാർ ഞാനൊരു ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഇമെയിൽ വരും, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ ലഭിക്കും. അതിൻ്റെ ഒരു മാക്സിമം ടൈം വെച്ച് പറയുന്നത് ഒരു 48 to 72 hours ആയിരിക്കും. ഇങ്ങനെ ഒരു റെസ്പോൺസ് ആയിരിക്കും 90% സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഇൻഷുറൻസ് എടുക്കാൻ എളുപ്പമാണ്. ക്ലെയിം വന്നാൽ ആ ക്ലെയിം
എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടായാൽ അത് ഫിക്സ് ചെയ്ത് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ക്ലെയിം സെറ്റിൽമെൻറ്റ് സപ്പോർട്ടാണ്. ഒരിക്കലും ഞങ്ങൾ നിങ്ങളോട് കസ്റ്റമർ കെയറിൽ വിളിക്കൂ എന്ന് പറയില്ല. ഞങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊരു ടോൾ ഫ്രീ നമ്പറിലേക്കല്ല വിളിക്കുന്നത്, ഞങ്ങളുടെ മൊബൈൽ ഫോണിലേക്കാണ്. ഞങ്ങളുടെ ടീം മെമ്പർ നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യും. ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻസൈഡർ ടീമുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലെയിം എത്രയും വേഗം സെറ്റിൽ ചെയ്യാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഏത് വിധേനയും നിങ്ങളെ സഹായിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും. അതായത് ക്ലെയിം സെറ്റിൽമെൻറ്റിൽ നിങ്ങളെ സഹായിക്കാമെന്നും നിങ്ങളുടെ കൂടെ നിൽക്കാമെന്നും ഇന്ത്യയിൽ ഒരാളും ഗ്യാരണ്ടി തരില്ല. ഞങ്ങൾ നൽകുന്നത് ആ ഗ്യാരണ്ടിയാണ്, ക്ലെയിം സെറ്റിൽമെൻറ്റ് സപ്പോർട്ട്. അതാണ് ഞങ്ങൾ നൽകുന്ന 5ാമത്തെ ബെനിഫിറ്റ്. നോക്കൂ, നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും മികച്ച പോളിസി എടുത്താലും നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന ഹോസ്പിറ്റലിലെ എംപ്ലോയിക്ക് സംഭവിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പോലും നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കാതിരിക്കാം. നിങ്ങൾ ലക്ഷങ്ങളുടെ ബാധ്യതയിൽ പെട്ടേക്കാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആ സമയത്ത് ആ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായി ഫൈൻഡ് ചെയ്ത് അത് ഫിക്സ് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. Thank you for watching. Have a great day.